ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോരാട്ടങ്ങളിലൊന്നാണ് ലോകകപ്പിലെ രണ്ടാം സെമി ഫൈനൽ. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും ശക്തരായ ഇംഗ്ലണ്ടും നേർക്കുനേർ എത്തുമ്പോൾ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ കണ്ണുകൾ അറ്റ്ലാന്റയിലേക്കാണ്. ഇന്ത്യൻ സമയം ബുധനാഴ്ച രാത്രി 12:30 നടക്കുന്ന ഈ മത്സരം ഫൈനലിലേക്കുള്ള ടിക്കറ്റിനായുള്ള പോരാട്ടം മാത്രമല്ല, ലോക ഫുട്ബോളിലെ രണ്ട് വമ്പൻ ശക്തികളുടെ അഭിമാന പോരാട്ടം കൂടിയാണ്. ഈ സെമി ഫൈനലിന് മുമ്പ് വലിയ ചർച്ചയായിരിക്കുന്നത് ഇംഗ്ലണ്ടിന്റെ ഇതിഹാസ താരമായ വെയിൻ റൂണിയുടെ പ്രതികരണമാണ്. അർജന്റീനിയൻ നായകൻ ലയണൽ മെസ്സിയെ എങ്ങനെ തടയാമെന്ന കാര്യത്തിൽ ഇംഗ്ലണ്ട് താരങ്ങൾക്ക് അദ്ദേഹം നിർണായക നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. മത്സരത്തിന് മുമ്പ് തന്നെ റൂണിയുടെ വാക്കുകൾ ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. റൂണിയുടെ അഭിപ്രായത്തിൽ മെസ്സിയുടെ ഏറ്റവും വലിയ ബലഹീനത പ്രതിരോധത്തിലേക്ക് പൂർണ്ണമായി തിരികെ എത്താറില്ല എന്നതാണ്. ആക്രമണത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മെസ്സി പന്ത് നഷ്ടപ്പെട്ടാൽ എല്ലായ്പ്പോഴും പ്രതിരോധത്തിലേക്ക് ഓടി വരാറില്ലെന്നും അതാണ് ഇംഗ്ലണ്ട് മുതലെടുക്കേണ്ട പ്രധാന അവസരമെന്നും റൂണി പറഞ്ഞു. മെസ്സിയുടെ ഭാഗത്തുണ്ടാകുന്ന ഈ ചെറിയ വിടവ് ഇംഗ്ലണ്ടിന് ആക്രമണങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുമെന്ന് അദ്ദേഹം വിലയിരുത്തി. അതേസമയം മെസ്സിയുടെ കഴിവിനെ ഒരിക്കലും വിലകുറിച്ച് കാണരുതെന്നും റൂണി മുന്നറിയിപ്പ് നൽകുന്നു. മത്സരത്തിന്റെ ഗതി മാറ്റാൻ ഒരു നിമിഷം മതി. ജൂഡ് ബെല്ലിഹാമിനെ പോലെ തന്നെ നിർണായക സമയങ്ങളിൽ ഒരു മാജിക് നിമിഷം കൊണ്ട് കളി തിരിച്ചു പിടിക്കാൻ മെസ്സിക്ക് കഴിയുമെന്നാണ് റൂണി പറയുന്നത്. അതുകൊണ്ട് തന്നെ മെസ്സിയെ ഒരു താരത്തിന് മാത്രം വിട്ടുകൊടുക്കാതെ മുഴുവൻ ടീമും ചേർന്നുള്ള മാർക്കിംഗ് ആണ് ഇംഗ്ലണ്ട് നടപ്പാക്കേണ്ടതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. മെസ്സിയെ എങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് താരങ്ങൾ തമ്മിൽ വ്യക്തമായ ആശയവിനിമയം ഉണ്ടായിരിക്കണം. ഒരാൾ മുന്നോട്ട് വരുമ്പോൾ മറ്റൊരാൾ കവർ ചെയ്യണം. ഒരു നിമിഷത്തെ അശ്രദ്ധ പോലും വലിയ വില കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്നാണ് BBC സ്പോർട്സിനോട് റൂണി പറഞ്ഞത്. ഈ മത്സരം മറ്റൊരു പ്രത്യേകതയും സമ്മാനിക്കുകയാണ്. തന്റെ ദീർഘമായ അന്താരാഷ്ട്ര കരിയറിൽ ആദ്യമായിട്ടാണ് ലയണൽ മെസ്സി ഇംഗ്ലണ്ടിനെ നേരിടുന്നത്. നിരവധി ലോകകപ്പുകളും കോപ്പ അമേരിക്കയും കളിച്ച മെസ്സിക്ക് ഇംഗ്ലണ്ടിനെതിരെ ലോകകപ്പിൽ ഇതാദ്യമായാണ് അവസരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം ആരാധകർക്ക് കൂടുതൽ ആവേശം നൽകുകയാണ്. ഇരു ടീമുകളുടെയും ലോകകപ്പ് യാത്രയും ശ്രദ്ധേയമാണ്. നിലവിലെ ജേതാക്കളായ അർജന്റീന ഗ്രൂപ്പ് ഘട്ടത്തിൽ അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ എന്നിവരെ തോൽപ്പിച്ച് മികച്ച പ്രകടനത്തോടെയാണ് നോക്കൌട്ട് റൗണ്ടിലേക്ക് എത്തിയത്. തുടർന്ന് റൗണ്ട് ഓഫ് 32-ൽ കേപ്പ് വെർദയെ പരാജയപ്പെടുത്തി. പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെയും ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിനെയും കീഴടക്കിയാണ് അർജന്റീന സെമിയിലേക്ക് മുന്നേറിയത്. മറുവശത്ത് ഇംഗ്ലണ്ടും മികച്ച ഫോമിലാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ക്രൊയേഷ്യയെയും പനാമയെയും തോൽപ്പിച്ച ഇംഗ്ലണ്ട് ഘാനയോട് സമനില വഴങ്ങിയെങ്കിലും മികച്ച പ്രകടനത്തോടെയാണ് അടുത്ത റൗണ്ടിലേക്ക് എത്തിയത്. റൗണ്ട് ഓഫ് 32-ൽ കോങ്കോയെ മറികടന്ന ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോയെയും ക്വാർട്ടറിൽ നോർവേയെയും തോൽപ്പിച്ചാണ് സെമി ഫൈനൽ എത്തിയത്. അർജന്റീനയുടെ ആക്രമണ നിരയ്ക്ക് നേതൃത്വം നൽകുന്നത് മെസ്സിയാണെങ്കിൽ ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷ ജൂഡ് ബെല്ലിഹാം അടക്കമുള്ള യുവതാരങ്ങളിലാണ്. മധ്യനിരയിലെ പോരാട്ടവും പ്രതിരോധത്തിലെ കൃത്യതയും ഈ മത്സരത്തിന്റെ ഫലം നിർണ്ണയിക്കുന്നത് പ്രധാന ഘടകങ്ങളാകുമെന്നാണ് വിലയിരുത്തൽ. ഒരു വശത്ത് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ ലയണൽ മെസ്സി, മറുവശത്ത് കിരീടലക്ഷ്യവുമായി എത്തുന്ന ഇംഗ്ലണ്ടിന്റെ യുവസേന. അനുഭവവും മികവും ഏറ്റുമുട്ടുന്ന സെമി ഫൈനൽ ലോകകപ്പിലെ ഏറ്റവും ആവേശകരമായ മത്സരങ്ങളിൽ ഒന്നാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഫൈനലിലേക്ക് മുന്നേറുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാകുമോ, അതോ മെസ്സിയുടെ സ്വപ്നങ്ങൾക്ക് വിരാമമിട്ട് ഇംഗ്ലണ്ട് ഫൈനലിൽ ഇടം പിടിക്കുമോ? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഫുട്ബോൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ അറ്റ്ലാന്റയിലെ ഈ വമ്പൻ സെമി ഫൈനലിലേക്കാണ്.